അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര നാളെ ആർ പി കയറിയിട്ട് എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് വിച്ച് ഗ്യാങ് ബ്രോ. ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം ആർ പിയിലോട്ട് വരുന്നതിന്. ആർ പിയിലോട്ട് തിരിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ തിരിച്ച് ആർ പിയിൽ വരുന്നതെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്യാങ് ഏതാണ്, ആർ പി സിറ്റിസൺ ആണോ, എക്സ്ലാൻഡിസിലാണോ ആർ പി ചെയ്യാൻ പോണത്, ഇങ്ങനെ പറഞ്ഞ ഒരു ലോഡ് ചോദ്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്പാനർ എവിടെ എന്നാ എടാ, ഇതിൻ്റെ അകത്ത് സ്പാനർ ആഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണോടാ, മറ്റേ നോർമലായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തു തരാം. അത് ലൈവിൻ്റെ ഇടയിൽ കൂടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് പേര് കോപ്പി ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ലൈവ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹൈ ഗൈസ്, എല്ലാവർക്കും ഹൈ. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് സെർവറിലാണ് കളിക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം എന്താണ് എക്സ്ലാൻഡിസ് ആണ് എല്ലാവരും ഉള്ള സെർവർ എന്ന് വെച്ചാൽ എല്ലാവരും കളിക്കുന്ന സെർവർ എക്സ്ലാൻഡിസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എക്സ്ലാൻഡിസ് തന്നെയായിരിക്കും ആർ പി കളിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം കുറേ പേര് ചോദിക്കുന്നത് ഏത് ഗ്യാങ്ങിലാണ് കളിക്കാൻ പോകുന്നത്, ഏത് ഗ്യാങ്ങിൽ കയറുന്നു എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാങ്ങിലോട്ടും കയറുന്നില്ല. എന്നാൽ MRC കയറുന്നതും പറഞ്ഞു കളയതാ. ഇല്ലടാ, ഇല്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിലേ പറഞ്ഞു ഞാൻ MRCയിലോട്ട് ഞാൻ എന്തായാലും MRCയിലോട്ട് ഞാൻ എന്തായാലും എനിക്ക് കയറാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതെനിക്ക് MRC ആയിട്ട് പേഴ്സണലി സീനോ കാര്യങ്ങളോ ഒന്നും ഉള്ളതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പക്ഷേ MRC കയറാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. അതാ MRCനെ മോശമാക്കുന്ന രീതിയിലും അങ്ങനത്തെ രീതിയിലൊന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് അവരുമായിട്ട് സീനും ഇല്ല എൻ്റെ അകത്ത്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ടൊരു സീനും ഇല്ല. പക്ഷേ എനിക്ക് MRCയിൽ കയറാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ MRCയിലോട്ട് എന്തായാലും ഇല്ല. ഗ്യാങ് വേണമെന്നില്ല, സിറ്റിസൺ ആർ പി ആണ് നൈസ്. നമുക്ക് സിറ്റിസൺ ആർ പി ഒക്കെ ആക്കാം, അതൊക്കെ സെറ്റാക്കാം. എന്നാൽ KVA ന്യൂ റിക്രൂട്ട്മെൻ്റ് എണ്ണാണെന്ന് പറഞ്ഞു. എടാ, ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ടോപ്പിക് കേൾക്കുന്നുണ്ട്. എനിക്കിന്ന് മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ഇന്ന് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ട് ഇങ്ങനെ ഞാൻ KVAയിലോട്ട് ഉള്ള പുതിയ റിക്രൂട്ട്മെൻ്റ് ആണോ, KVA കയറുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞില്ല, ഞാൻ ഒരു ഗ്യാങ്ങിലോട്ട് ഇപ്പം പക്ഷേ KVAയിലോട്ടും MRCയിലോട്ടും മനസ്സിലായില്ലേ ഇവിടെ. പക്ഷേ ഇപ്പം ഗ്യാങ് ആർ പി എന്നൊരു മൈൻഡിലല്ല തിരിച്ചു വന്നത്. നമ്മുടെ കൂടെ മനസ്സിലായില്ലേ, നമ്മുടെ കൂടെ എല്ലാവരും ആർ പി കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അവരുടെയൊക്കെ കൂടെ ആർ പി അണ്ണന് ബ്രെയിൻ ഉണ്ടടാ, എന്താ നിങ്ങൾക്കൊക്കെ. ഞാൻ എനിക്കിപ്പം വലിയ കോൺട്രവേഴ്സികൾക്ക് ഹെറ്റിലെത്തുമ്പോൾ ഒന്നും അങ്ങനത്തെ സംഭവമൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഒന്നാമതേ ഞാൻ അങ്ങനത്തെ സാധനമൊക്കെ വെറുത്തുകൊണ്ടാണ് ഞാൻ ഈ കോൺട്രവേഴ്സി അടിയും വഴക്കൊന്നും വയ്യാത്തതുകൊണ്ടാണ് ആർ പി ബ്രേക്ക് എടുത്തത്. അപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഇനി കുറച്ച് സമാധാനവും സന്തോഷവും നമ്മളെ കൂടെ മനസ്സിലല്ലേ, നമ്മളെ കൂടെ ആർ പി ചെയ്യാനായിട്ട് കുറേ പേരില്ലടാ. അവരെ കൂടെ നമുക്ക് കുറേ ആർ പിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴും മനസ്സിലായി ഇപ്പം PVP തന്നെ വേണമെന്നില്ലല്ലോ. കുറേ ആർ പി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ആർ പി ഒക്കെ ചെയ്ത് അതൊക്കെ തന്നെ ചെയ്യുമ്പോൾ തന്നെ കുറേ പേർക്ക് അത് മനസ്സിലായി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവം ആയിരിക്കുമല്ലോ. ആർ പി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ കുറേ പേർക്ക്. കൂടുതലും ഇപ്പോൾ PVP സിനാരിയോസ് കണ്ടിട്ട് ആർ പി കുറവായതുകൊണ്ട് കൂടുതൽ ആർ പി കയറാൻ. എന്നാൽ സൗണ്ട് ലോ ആണെന്നാ, സൗണ്ട് കുറവാണോ? ഒറ്റ സെക്കൻഡ് സൗണ്ട് ചെറുതായിട്ട് സൗണ്ട് കുറയാനായിട്ടുള്ള ആവശ്യമില്ലല്ലോ. അത് ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കുറച്ചാണ്ടായിരിക്കും. ഞാൻ ഫുള്ളിലാണ് ഇട്ടേക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ പിന്നെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇത് പ്രോപ്പർട്ടീസ് അല്ല, ഫിൽറ്റേഴ്സിൽ പോയിട്ട്. എവിടെ നിന്നാണ് വനാഫ്രോ? വെൽക്കം ടു സ്ട്രീം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഗിഫ്റ്റഡ് സബ്. ഏതാ വനാഫ്രോ? താങ്ക് യു സോ മച്ച് വനാഫ്രോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടെ, ഈ ആർ പി കമ്മ്യൂണിറ്റീനെ മൊത്തത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചോദിക്കുകയാണല്ലേ ഇപ്പോൾ കുറേ ആളായിട്ട്. എവിടെ പോയാലും നിങ്ങളുണ്ട്. KVAയുടെ അകത്തൊക്കെയായാലും നിങ്ങളുണ്ട്, TVയുടെ അകത്തുള്ള എല്ലാത്തിലും ഉണ്ട്. ഒറ്റയ്ക്ക് ക്യാരി ചെയ്യണ ആൾ. താങ്ക് യു സോ മച്ച് വനാഫ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10. ഇതെന്തിനും ഒരുത്തൻ ഷിപ്പൂട്ടൻ എന്തിനാണ് ഇവൻ്റെ തീയിട്ടിരിക്കുന്ന സാധനം എടുത്ത് ഇതാക്കി വെച്ചേക്കുന്നത്, ഇത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്? എന്നാ PD കളിച്ചാലോ ഒന്ന്. എടാ PD ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കയറുന്നത്. അപ്പം എനിക്കിന്ന് കയറിയിട്ട് കുറച്ച് ആർ പിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ മീൻസ് അങ്ങനെ
ഒരു സിറ്റിസണായിട്ടുള്ള RP എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ അകത്തുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നു. മനസ്സിലായി? RP വിത്ത് കണ്ണാപ്പി. നമുക്ക് കയറടാം, നമുക്ക് കയറിയിട്ട് എല്ലാവരുമായിട്ട് RP ചെയ്യാം. നമ്മളെ കൂടാതുള്ള എല്ലാ പിള്ളേരും, മനസ്സിലായില്ലേ, ആരുമായിട്ട് TV ഉള്ളവരും എല്ലാവരുമായിട്ട് നമുക്ക് RP ചെയ്യാം. നമുക്ക് സീനുമില്ല. അണ്ണനെ സിറ്റിയിൽ കാണുന്നത് തന്നെ വളരെ ഹാപ്പിയാണ്. ജോൺസൺ അത്രേ ഉള്ളൂ. അണ്ണാ ബോബീസ് ബാക്ക് ഞാൻ കണ്ടോ ഉച്ചക്കത്തിൽ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് അവർ ഡൂയിങ് മാൻ എന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ ബാക്ക് ടു KV. അന്നേരം പ്രശ്നമില്ല ഒന്നും ഇല്ല ബ്രോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. എനിക്കിപ്പോൾ ഗ്യാങ് RP എന്നുള്ളൊരു മൈൻഡ് അത് ഇല്ല, അതുകൊണ്ടാണ് ഗേസ്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ, ഈ കുറേ പേരിപ്പോൾ ലൈവ് കണ്ടിട്ട് ഞാൻ RP കയറി എന്ന് പറഞ്ഞ് നേരെ പോയി ലൈവ് വരുമ്പോൾ പോയി അവിടെ പോയി സ്പാം മുടങ്ങരുത്, വെറുതെ പോയി വിറപ്പിക്കരുത്. ഞാൻ എപ്പോഴേ പറയുന്നു, പോയി അവിടെ ചെന്നിട്ട് ഇനി സരക്കണ്ണ തിരിച്ച് വന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഗ്യാഗിലോട്ട് വിളി എന്നൊന്നും പറയുന്നത് പോയി സ്പാം ചെയ്ത് വെറുപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഞാനായിട്ട് സിറ്റിസൺ RP കളിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇപ്പം ആരെയും പോയി വെറുപ്പിക്കരുത്, എപ്പോഴേ പറയാണ്, റിക്വസ്റ്റാണ്. എനിക്കറിയാം എങ്ങനെ പോകുമെന്നറിയാം. എനിക്ക് സബ് കിട്ടിയെന്ന് കാണിച്ച് എങ്ങനെയായിരുന്നെന്ന് അറിയില്ല. ഇത് ഗിഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയാണ്, മനാഫറോ ഗിഫ്റ്റ് ചെയ്തതെന്ന് കിട്ടിയതാണ്. ആരും വെറുപ്പിക്കുകയെന്ന് ചെയ്യണ്ട. നമുക്ക് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ RP ചെയ്ത്, മനസ്സിലായില്ലേ, എല്ലാവരുമായിട്ട് RP ചെയ്ത് അടിപൊളിയായിട്ട് നടക്കുക. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോയി ഷോക്കാക്കണ്ട. നമ്മളെല്ലാവരുമായിട്ടും RP ചെയ്യുന്നു, നമ്മളെ അടിച്ചു പൊളിച്ച് സെറ്റാക്കി RPകളും കാര്യങ്ങളും ചെയ്ത് അടിപൊളിയായിട്ട് പോകും. ഓക്കെ, അതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്ലാൻ. പിത്തൽജി കൂടി വന്ന കോട്ട കംപ്ലീറ്റ് ആകും. മെന്നി RPയിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെന്നിനകത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അപ്പോൾ മെന്നി പറഞ്ഞായിരുന്നു മെന്നിയും RPയിലോട്ട് വരാനായിട്ടൊരു മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ മെന്നി ചിലപ്പോൾ വരും. റാസി താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഗിഫ്റ്റഡ് മെമ്പർഷിപ്പ്. താങ്ക് യു. അത്രേ ഉള്ളൂ. സരക്കണ്ണൻ നമുക്ക് സരക്ക് ഇപ്പോൾ RP പോകുമ്പോൾ കാണാമോ? നമുക്ക് നോക്കാം. RP എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. RP ഒക്കെ ചെയ്യാം. നമുക്ക് ഒരു കിടുക്ക് പേരുണ്ട്, നമുക്ക് റിയാക്ഷൻ ഡ്രൈവർ ഗോഗ. അവൻ്റെ അവിടെ RP കളിയത് വാറ്റല്ലേ, വാറ്റൊരു ഫുണ്ട് കളല്ലേ. അയ്യോ, അവൻ്റെ RP അവൻ്റെ റിയാക്ഷൻ കാണുമ്പോഴത്തേക്കേ ഇരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ മറ്റേ സിറ്റിയിൽ രണ്ടുമാരും ഒന്ന് ചൊറിയുന്നത്, മറ്റേ ഈഗിളുടെ ഒരു പരന്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ചൊറിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ മണ്ടനെ പോലെ ഇരുന്ന് കിടിച്ചോണ്ടിരിക്കുന്നത്. എടാ അവൻ്റെ അടുത്ത് കൊട അടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ പരിതോണ്ടിടാ, എന്നിട്ട് പരിതോണ്ടി വനല്ലേടാ, നീ പരിതോണ്ടി വരില്ലേ, എന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല, സ്വന്തത്തിൽ ചിരിക്കുന്ന ആളിരുന്ന്. എന്നിട്ട് എന്തിന് പറയാനാന്നോ പയ്യനെ. അപ്പോൾ ബാബ തിരക്ക് ഗോഗു മെന്നി RP തുടങ്ങാൻ പോകുന്നു. കാരണം എത്ര ആളാണ് എൻ്റെ ഫോണൊക്കെ അടിച്ച് പോയപ്പോഴാണ് വന്നേ. അത്രേ ഉള്ളൂ വന്നില്ലടാ. നമുക്ക് RP ഒക്കെ ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ടാണെങ്കിൽ വേറെ സീനൊന്നുമില്ല, നല്ല രീതിയിൽ പോവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്കൊരു പഴയ പോലത്തെ കുറേ RP കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമുക്ക് സെറ്റാക്കാം. നമുക്ക് കുറേ നിങ്ങൾ മിസ് ചെയ്ത കുറേ RPയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കുറേ പണ്ടത്തെ RPയും കാര്യങ്ങളൊക്കെ കുറേ മിസ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ കാണുമല്ലോ. അതൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാം, നമുക്ക് കിടിലാക്കാം, നമുക്ക് സെറ്റാക്കാം. ഉറപ്പായിട്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പോരെ, നമ്മളെന്തായാലും കുറച്ച് സെറ്റ് RP നമ്മൾ ചെയ്യും. 1.1K വാച്ചിങ്. അത്രേ ഉള്ളൂ. ബാബു ഒരു RP കണ്ടൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിത്തൽജിയുടെ ഓടി അത് സെറ്റാക്കാം. അത് നമുക്ക് മനസ്സിലായില്ല. മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് സെറ്റ് RP എന്തായാലും ചെയ്യാം. ഇബ്ലീസ് എടാ കുറച്ച് DC നോക്കിയിട്ട് കയറിയാലോ. കുറച്ച് DC നോക്കിയിട്ട് കയറുന്നതിൽ സീനൊന്നുമില്ല. എക്സ്ലാൻഡിസിലാണ്, എക്സ്ലാൻഡിസിൽ തന്നെ കയറുന്നത്. DC നോക്കിയിട്ട് കയറുന്ന സീനില്ല. പക്ഷേ DCയിൽ നോക്കുമ്പോഴത്തേക്ക് മറ്റേ അപരാധങ്ങളായിരിക്കും കൂടുതലെന്നാണ് എൻ്റെ വിശ്വാസം. ഡിസ്കോഡിലോട്ട് ഇപ്പോൾ തിരിയുമ്പോൾ വരുന്നത്. അപ്പോൾ അത് പ്രഡിക്ഷൻ ഇടേണ്ട RP ആയിരിക്കുമല്ലോ കൂടുതലും പേര് RP കയറാനായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം RP കയറിയിട്ട് കുറേ നാളായില്ലേ. അപ്പം ഇന്നവരെല്ലാവരും RP എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അന്നേരം ഡിസ്കോഡ് ഇപ്പം നോക്കുന്നില്ല ഞാൻ, മനസ്സിലായി. ഞാൻ RP കയറിയതിന് ശേഷം നമുക്ക് ഡിസ്കോഡ് നോക്കാം. ആൻഡ് എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നവരെന്തായാലും വേറെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. വേറെ ഗ്യാങ്ങിൽ കയറുന്ന സാധനമൊന്നും ഇല്ല. MRCയിലോട്ടും KVയിലോട്ടൊന്നും കയറുന്ന സംഭവമൊന്നും ഇല്ല. അത് ഇപ്പോഴേ പറയാണ്. സോ അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ മൈൻഡിൽ നിന്ന് കളഞ്ഞോ. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മറ്റേ ഗോൾ ഇട്ടിട്ടുണ്ടോ മറ്റേ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഗോൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ടോ? എത്ര കിടക്കുമെന്ന് അറിയാമോ? ഗോള് നോക്കട്ടെ. ഇട്ടിട്ടുണ്ട് 45K സെറ്റ് ആയിട്ട്. ഓക്കെ അതുണ്ട്. ഓക്കെ. അപ്പം എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ സെർവർ ഇപ്പം റീസ്റ്റാർട്ട് ആണോ അതിൻ്റെ സമയം എന്തിനാണെന്ന് അറിയാമോ? സെർവർ റീസ്റ്റാർട്ട് ഞാൻ പറയുകയാണെങ്കിൽ സെർവർ റീസ്റ്റാർട്ട് വരികയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ട്രോൾസ് നോക്കാം. ആ സമയത്ത് നമുക്ക് ട്രോൾസ് നോക്കാം. ഇപ്പോൾ നമുക്ക് കുത്തിരിപ്പുണ്ടാക്കാൻ കുറേ എണ്ണം വരും. കെയർഫുൾ എന്ന് ഇവിടെ വേണേൽ
എവിടെ വേണേലും കയറി മാസി കയറില്ല. എടാ ഇങ്ങനെയല്ലേ, അങ്ങനെയില്ല. വാറ്റു പേര് മാറ്റി പൂണ്ടിരാജനെന്ന് ആക്കിയെന്ന സരക്കണ്ണ. സുഖം തന്നെ, സുഖം. അത് എന്നാൽ സത്യം പറയാമല്ലോ, അടിപൊളി RP കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ട് കുറേ ഒരു RP കാണും. ഒരു RP ആണ് 10 വാറ് റിപ്പീറ്റ് അതൊക്കെ മാറ്റണം. ഞാൻ പറഞ്ഞില്ലടാ, എന്തായാലും ഒരു RP കാണും. ഞാൻ പറഞ്ഞില്ല, RPS ആയിരിക്കും ഇനി എന്തായാലും ചെയ്യുന്നത്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എന്തായാലും RP വേണം. 8 മണിക്കാണല്ലോ റിസ്റ്റാർട്ട്. അപ്പം 8 മണി വരെ നമുക്ക് സിറ്റിയിലൊന്ന് കയറാം. സിറ്റിയിലൊന്ന് കയറിയിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കാം. ആൻഡ് അത്രേ ഉള്ളൂ, നമുക്ക് സിറ്റിയിലോട്ടൊന്ന് കയറാം പയ്യെ. കേസ് അപ്പം ഞാൻ വേറൊരു കേസ് എന്ന് പറഞ്ഞല്ലേ, ഞാൻ സിറ്റി കയറുന്ന സമയത്ത് എന്തേലും ഈ സൂപ്പർ ചാറ്റ് പോലത്തെ സാധനമോ ഗിഫ്റ്റ് പോലത്തെ വല്ലതും വരാണെങ്കിൽ എനിക്ക് നിങ്ങൾ ചാറ്റിലൊന്ന് പറഞ്ഞു തരണം. എനിക്ക് അത് പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല അന്നേരം, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് ഞാൻ മിസ്സായിപ്പോവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്തിട്ട് പറയണം കേട്ടോ. എത്ര നാൾക്ക് ശേഷം എൻ്റെ അണ്ണ തിരിച്ചു വന്നേ വിയർ പെൻസിലെ ആടാ ഓജിസെല്ലാവരും കമ്പാക്കടി സ്ഥിതിക്ക് ഒരുപാട് RP പ്രതീക്ഷിക്കുന്നു. ഇനി എന്തായാലും ഉറപ്പായിട്ട് എന്തായാലും കുറച്ച് RPs കാണും. എന്നെ സെർച്ച് ചെയ്ത് കൂടി കൊണ്ടുപോകണം. ഇല്ലടാ സെറ RPയിലോട്ട് വരില്ലടാ, അവർക്ക് ടൈം കിട്ടത്തില്ല അതിനായിട്ട്. ഡോക്ടർ സാറ 1 2 3 സെലക്ട് ഗേസ്. എന്തായാലും പിന്നെ കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗേസ്. നമ്മൾ RPയിലോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഭയങ്കര ഹാപ്പി ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നോ ഗ്യാങ് ഉള്ളി RP. എത്ര ഉള്ളൂ ഗ്യാങ് RPയിലോട്ട് എന്തായാലും ഇല്ല. ഇപ്പം RP നോർമൽ നമ്മൾ സിറ്റിസണായിട്ട് വന്നിട്ടുള്ള RPകളൊക്കെയാണ്. സിറ്റിയിലോട്ട് കയറാം. ഞാൻ ജസ്റ്റ് ചെയ്യണം, കാരണം എന്തായാലും ഈ 2 ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. ബ്രോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്യാങ്ങിലോട്ട് ഇല്ല, KBയിലോട്ടൊന്നല്ല, അങ്ങനെ ഗ്യാങ്ങിലോട്ട് മൊത്തത്തിലെ ഗ്യാങ്ങിലോട്ട് ഇപ്പോൾ ഇല്ല. ഗ്യാങ്ങിലോട്ട് MRC അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഓക്കെ അണ്ണാ, മേയർ ഇലക്ഷൻ നിൽക്കുകയാണ്. സിറ്റിയിലേ കയറിയിട്ടില്ല, മേയർ ഇലക്ഷനും കൂടി ഞാൻ നിൽക്കാടാ. എന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. RP കയറുക കേസിന് കയറുവാണ്. ലോഡിങ് ആയിക്കോട്ടെ, ഒന്ന് സിറ്റിയിൽ നിന്ന് ലോഡായിക്കോട്ടെ. എക്സ്ലാൻഡിസിൻ്റെ ഡിസ്കോഡ് ഒന്ന് എടുക്കട്ടെ. എക്സ്ലോൻഡിസ് പറയടാ. ജോലിക്ക് കയറിയില്ല തിരിച്ച്. പിന്നെ പണിയെടുക്കാതെ ഇരിക്കാന്ന് വിചാരിച്ച നീയൊക്കെ. അവന്റെ വലിയ പ്രശ്നം എന്ത് പറ്റി? കേസായ നല്ല ജോലി തിരിച്ചു തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലൈവാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവ വലിയ കഥയൊക്കെ ഇരുന്ന് പറയുന്നത്. ഞാനുണ്ടല്ലോ, ഞാൻ റോളൊക്കെ കളഞ്ഞിട്ട് ഞാൻ നോടട്ടെ. അയ്യോ, ഇവിടെ വൻ കഥയൊക്കെ പറഞ്ഞിരുന്നത്. ചെറിയൊരു പോലീസ് കേസൊക്കെ ഏതൊക്കെ പറഞ്ഞത് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ലല്ലേ, അത് പറഞ്ഞാൽ ഡയറക്റ്റായി കയറാല്ലേ. സൂപ്പർ ആയിരുന്നു. മറ്റേ മോട്ടർ എവിടെ വേണം? മറ്റേ മോട്ടർ എടാ ഇവിടെ വാപ്പച്ചി ഉണ്ട്. അപ്പോൾ വാപ്പച്ചിക്ക് കുറച്ച് വർക്കുകൾ വന്നു. അപ്പം ഈ ലാപ്പിൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് കുറച്ച് ഇതുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് കാണുന്നുള്ളൂ. ഓക്സി നോട്ടിൽ കയറിയല്ലേ എണ്ണ? ഓക്സി നോട്ടിൽ കയറടാ, അവൻ്റെ അത് പറഞ്ഞായിരുന്നു, നോട്ടിൽ അവൻ കയറുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കേൾക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും കയറട്ടെ കേസ്, അവന്മാർക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ചാൽ. ഇനി സിനിമ കൂടി വരാനുണ്ടെന്ന്. അവൻ വരാം, അവനെ RPയിലോണേ കയറ്റൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ വിളിച്ചാൽ വരും. ലൈവ് തുടങ്ങിയെന്ന് ഞാൻ കണ്ടില്ല. ഇതൊക്കെ എന്ത് തരം മോഡറേറ്ററാണോ തോന്നുന്നു. സ്റ്റാലിനും ഉണ്ടല്ലോ ഒന്ന്, അവർ ട്രിക്കിയൊക്കെ ഉണ്ടാവും. ട്രിക്കി സിറ്റിയിൽ വരും കേസ്. ട്രിക്കിയൊക്കെ സിറ്റി കയറും. RP കയറാമെന്ന് പറഞ്ഞു. അവന്മാരെല്ലാം വരും. കയറണം എല്ലാവരും. ഇനി ഒറ്റയ്ക്കാവേണ്ടായിരുന്നു. എല്ലാവരും ഇഷ്ടമുള്ള ഗ്യാങ്ങുകളിലോട്ട് കയറിക്കോളാൻ ഞാൻ പറഞ്ഞു. അവരവർക്ക് ഏത് ഗ്യാങ് ഡ്രീമിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഡ്രീമും തിരിച്ച് കയറുന്നുണ്ട് ഒരു ഗ്യാങ്ങിലോട്ട്. കാരണം MRC ഫാൻസ് കുറച്ച് പേര് ഇങ്ങനെ അടിയുണ്ടാക്കാൻ വരും, കാര്യമൊക്കെ അല്ലേന്ന്. വരട്ടെ. നമ്മളടുത്ത് നല്ലോണം മിണ്ടണമെങ്കിൽ നമ്മൾ നല്ലോണം മിണ്ടും. അല്ലാതെ നമ്മളെന്തിനാ ആരെയും വെറുപ്പിക്കണം. നമ്മളടുത്ത് മര്യാദയ്ക്കാണ് മിണ്ടുന്നത്, നമ്മൾ മര്യാദയ്ക്കുണ്ട്. ഇങ്ങോട്ട് റോങ് അടിക്കുകയാണെങ്കിൽ നമ്മൾ റോങ്, അത്രേ ഉള്ളൂ. എന്നാൽ അവിടെ പോയി അടിയാവ് TV ആയിട്ടുണ്ട്. എവിടെ പോയി അടിയാവാനാണ്? TV ആയിട്ട് അടി ഉണ്ടാക്കണമെന്ന് അന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വന്നല്ലേ. വലിയ ഗുണത്തരങ്ങളുമായിട്ട് ഇനി ഇറങ്ങും. എല്ലായിടത്തും കാണും. കുറച്ച് മനസ്സിലായാലേ, കുറച്ച് മറ്റേ ഇച്ചിരി അങ്ങ്
ഒട്ടും ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ അണ്ടിയിലിത്തിരി കടി മൂക്കുന്നു ഞാൻ ശരി എനിക്ക് കടി മൂക്കുന്നു ഇവൻ ലൈവ് വന്ന് അവൻ്റെ ലൈവ് പോയിട്ട് പോയി പറയാം എൻ്റെ കടി ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞാൽ കയറും. അതാണ് പ്രശ്നം. എൻ്റെ അണ്ടി കടി മാറി തീരെ മനസ്സിലായി. അപ്പം ഇങ്ങനെയാണ് സംഭവം, മനസ്സിലായില്ലേ? എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് 2 വാക്ക് ആരെങ്കിലും പറ്റി അപരാധം പറയുമ്പോൾ മനസ്സിലായി, ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയാം, അപ്പം നമ്മളെന്തെങ്കിലും പറയണം തിരിച്ച്, അപ്പോൾ അവന് സുഖം കിട്ടും. മനസ്സിലായില്ലേ? ആ തത്തമ്മയ്ക്ക് കൊട്ട് കൊടുക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്, മനസ്സിലായോ? ഈ സമയത്ത് തത്തമ്മയ്ക്ക് ഒരു കൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. അത് കൊട്ട ആളില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. അത് കാര്യമൊക്കെ ഉണ്ടാ. ഗുലാൻ ഉണ്ടാകും. ഗുലാൻ ആർപ്പി വരാൻ ഇച്ചിരി പാടായിരിക്കും, എനിക്കറിയത്തില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചു വെക്കാന്നേ ഉള്ളൂ. അവൻ ഇച്ചിരി ആർപ്പി കയറാൻ അതിനുള്ളൊരു മൈൻഡിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്താ തിരക്കിയത്? രാമകൃഷ്ണൻ ബ്രോ, എന്തൊക്കെയാണ് രാമകൃഷ്ണൻ ബ്രോ വിശേഷം?